So the last class we studied at the comparator. So I will just introduce what all we studied at the last class. Comparator nathu op-amp is here. To the op-amp circuit, this is an inverting terminal, non-inverting terminal. ഒരു റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഇൻപുട്ട് ബി ലൈക്ക് ദിസ് ആൻഡ് ഇതൊരു DC വോൾട്ടേജ് കൊടുത്തു. DC will be 5 volt. We are gathering down. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കമ്പറേറ്റർ സർക്യൂട്ട്. കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് ഐ ടോൾഡ് ദാറ്റ് ദിസ് വിൽ ബി എ സ്ക്വയർ വേവ്. സോ ദിസ് ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് there is only one input, ഒരു റെഫറൻസ് വോൾട്ടേജ്, one reference voltage, one VREF. There is no feedback. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഈസ് സ്ക്വയർ വേവ്. കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് എപ്പോഴും സ്ക്വയർ വേവ് തന്നെ ആയിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വൺ ഇൻപുട്ട് ഈസ് ദർ, ഓൺലി വൺ റെഫറൻസ് വോൾട്ടേജ്, ഓൺലി വൺ ഫീഡ്ബാക്ക്, ഓൺലി വൺ ഔട്ട്പുട്ട്. ഇതായിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള എ സിമ്പിൾ കമ്പറേറ്റർ സർക്യൂട്ട്. എ സിമ്പിൾ കമ്പറേറ്റർ to be having a one input, one reference voltage, non feedback, and output will be always a square wave. ഇതായിരുന്നു നമ്മുടെ കമ്പറേറ്റർ സർക്യൂട്ടിന്റെ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഈ കമ്പറേറ്ററിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ അടുത്തതിനകത്ത് നമ്മൾ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് നെയിം ഓഫ് സർക്യൂട്ട്. ദി നെയിം ഷുഡ് ബി ഷ്മിറ്റ് ട്രിഗർ. സോ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, this is a comparator. Schmitt-Trigger is a comparator with positive feedback. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ. This is a comparator and this is a comparator with positive feedback. ഒരു കമ്പറേറ്ററിനകത്ത് നമ്മൾ കഴിഞ്ഞ സർക്യൂട്ട് ഡിസ്കസ് ചെയ്തതിനകത്ത് ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ ഇല്ലായിരുന്നു. ബട്ട് ഇതൊരു കമ്പറേറ്റർ ആണ്, യെസ്, ഫസ്റ്റ് പോയിന്റ്. ബട്ട് it is a comparator with a positive feedback. This is a comparator with a positive feedback. Then we will go to the circuit first of all. Circuit is like this: op-amp, inverting terminal, non-inverting terminal. ഇവിടെ ഇതായിരുന്നു ഒരു കമ്പറേറ്റർ. ഇതിനകത്ത് രണ്ട് വോൾട്ടേജസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. പ്ലസ് VCC, മൈനസ് VCC. ഇത് ഔട്ട്പുട്ട്. ഇതാണ് ബേസിക്കലി ഒരു കമ്പറേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ബട്ട് ഈ കമ്പറേറ്ററിനകത്ത് ഇവിടെ ഞാൻ പറഞ്ഞു ദിസ് ഈസ് എ കമ്പറേറ്റർ വിത്ത് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതുകൊണ്ട് ഞാൻ ആ ഫീഡ്ബാക്ക് ഇങ്ങനെ ക്രിയേറ്റീവ് ആണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് R1, ഇനി ഇവിടെ ഉണ്ട് ഒരു റെസിസ്റ്റൻസ് R2. So this is a comparator with a positive feedback. ഒരു comparator with a feedback network. അതാണ് ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കും. വി ഇൻപുട്ട് ഐ ആം ഗിവിംഗ് ഓവർ ഹിയർ. ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഞാൻ ഫീഡ്ബാക്ക് കണക്ഷൻ കൊടുക്കുന്നു. അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ഒബ്റ്റെയിനിങ് ഫ്രം ഹിയർ. ഇതാണ് ഒരു കമ്പറേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. കമ്പറേറ്റർ വിത്ത് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇൻപുട്ട് കൊടുത്തു, ഇവിടെയാണ് ആ റെഫറൻസ് വോൾട്ടേജ് വരുന്നത്. ഹിയർ ഐ ക്യാൻ ഗെറ്റ് ദ റെഫറൻസ് വോൾട്ടേജ് VREF. ഇത് ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റ്. അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ല. ഈ റെഫറൻസ് വോൾട്ടേജ് തന്നെയാണ് ഈ റെഫറൻസ് വോൾട്ടേജ്. സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ ഓൾസോ ദിസ് ഈസ് ദ റെഫറൻസ് വോൾട്ടേജ്. ഇതാണ് റെഫറൻസ് വോൾട്ടേജ്. ആ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റ്. ഇതും റെഫറൻസ് വോൾട്ടേജ് തന്നെയാണ്. ഇനി ഈ റെഫറൻസ് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി നമുക്കൊരു അനാലിസിസ് കുറച്ചുണ്ട്. സോ ദാറ്റ് വിൽ ഡിസ്കസ് ദാറ്റ് പാർട്ട്. ആ റെഫറൻസ് വോൾട്ടേജിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഇതിനകത്ത്. ദാറ്റ് വിൽ ഡിസ്കസ്. ഇനി ഞാൻ പറഞ്ഞു കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് ക്യാൻ ബി എയ്തർ, ഇതൊരു ഓപ്പ് ആമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫ് ആയിരുന്നു. അതിനകത്ത് നമുക്കറിയാം
output of the comparator can be either plus VCC or the output of the comparator can be minus VCC. Output of the comparator can be plus VCC or minus VCC. This output. ഇതായിരുന്നു VD differential voltage അല്ലെങ്കിൽ ഇൻപുട്ട് ഇത് പ്ലസ് ഇത് മൈനസ് VD so output can be either plus VCC or minus VCC രണ്ട് ഔട്ട്പുട്ട് രണ്ട് കേസ് വരാം പ്ലസ് VCC ആകാം മൈനസ് VCC ആകാം ഞാൻ പറഞ്ഞു കമ്പറേറ്ററിനകത്ത് ജനറലി ഔട്ട്പുട്ട് രണ്ടെണ്ണം വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ പോർഷൻ ഞാൻ ഒന്ന് റീഡ്രോ ചെയ്യാണ് ദാറ്റ് മീൻസ് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് R1 R2 Vref ഈ മൂന്ന് കാര്യങ്ങളിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ആ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യുകയാണ് മൂന്ന് എലമെന്റിനെ മാത്രം വെച്ചിട്ട് ഈ ഔട്ട്പുട്ട് R1 R2 അത് ഈ Vref ഈ പോയിന്റ് അതും കൂടെ ചേർത്തിട്ട് ഞാൻ ആ സർക്യൂട്ട് ഇവിടെ ഒന്ന് റീഡ്രോ ചെയ്യുകയാണ് സോ ദ സർക്യൂട്ട് ഈസ് ലൈക്ക് ദിസ് ഇതാണ് ഞാൻ ആ പറഞ്ഞ സർക്യൂട്ട് ഈ പോയിന്റ് വി ഔട്ട് ഇതാണ് ഈ പോയിന്റ് ആണ് നിങ്ങൾ പറഞ്ഞ വി ഔട്ട് വി ഔട്ടിന് നേരെ R1 വരുന്നു ഇതല്ലേ വി ഔട്ട് R1 അത് ഇവിടെ വരച്ചു ഈ പോയിന്റ് ആണ് ഈ പോയിന്റ് അതിനെ ഞാൻ Vref എന്ന് പറയുന്നു Vref ന് നേരെ R2 നേരെ ഗ്രൗണ്ട് സോ നേരത്തെ ഈ വരച്ച അതേ എലമെന്റ് ഔട്ട്പുട്ട് R1 Vref R2 അത് നിങ്ങൾ ചരിഞ്ഞൊക്കെയാണ് വരച്ചിരിക്കുന്നത് അത് ഞാൻ നേരെ ലീനിയർലി വരയ്ക്കുകയാണ് അതാണ് ഈ വരച്ച സർക്യൂട്ട് ഇനി ഈ ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അനാലിസിസിന് ഒരു കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് ക്യാൻ ബി പ്ലസ് VCC അല്ലെങ്കിൽ മൈനസ് VCC ആകാൻ ചാൻസ് ഉണ്ട് Vref ഔട്ട്പുട്ട് ഒന്നില്ലെങ്കിൽ പ്ലസ് VCC ആകാം ഇത് Vref അല്ലെങ്കിൽ മൈനസ് VCC ആകാം ഇത് R1 R2 ഇത് R1 R2 ഇനി ഈ അനാലിസിസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് Vref അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു can you tell me this Vref is the voltage across which element can you tell me the what is the ഈ Vref എന്ന് പറയുന്നത് ഏത് എലമെന്റിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ ഇത് ജനറൽ ഇത് കേസ് 1 ഇത് കേസ് 2 ഔട്ട്പുട്ട് പ്ലസ് VCC ആകാം മൈനസ് VCC ആകാം ഞാൻ പറഞ്ഞു രണ്ട് കേസ് can you tell me ഈ Vref എന്ന് പറയുന്ന വോൾട്ടേജ് ഏത് എലമെന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ R2 അക്രോസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കണക്ട് ചെയ്യും ഗ്രൗണ്ട് ഇവിടെ കണക്ട് ചെയ്യും അന്നേരം R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഞാൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു അതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് എലമെന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ Vref എന്ന് പറയുന്നത് ഏത് എലമെന്റ് ആണ് R2 എത്രയാണ് വോൾട്ടേജ് കൊടുക്കുന്നത് പ്ലസ് VCC ആണ് കൊടുക്കുന്നത് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ഈ ഇക്വേഷൻ ഞാൻ നേരത്തെ ഒരു സബ്സ്ട്രാക്ടറിന്റെ സർക്യൂട്ടിന്റെ അനാലിസിസിൽ ഞാൻ പറഞ്ഞു തന്നെയാണ് ഇത് Vref ഏത് കേസിൽ പോസിറ്റീവ് ആവുന്ന കേസ് ഔട്ട്പുട്ട് പോസിറ്റീവ് ആവുന്ന കേസ് ഇനി ഇവിടെ തന്നെ Vref കാൽക്കുലേറ്റ് ചെയ്യാണ് നെഗറ്റീവ് ആവുന്ന കേസ് ഔട്ട്പുട്ട് ദാറ്റ് മീൻസ് മൈനസ് VCC ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 സോ നമ്മൾ നേരത്തെ ഒരു സിമ്പിൾ കമ്പറേറ്റർ സർക്യൂട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാകും നേരത്തെ സർക്യൂട്ടിൽ ആകെ ഒരു റെഫറൻസ് വോൾട്ടേജ് ഉള്ളൂ ബട്ട് ഈ കേസിൽ രണ്ട് റെഫറൻസ് വോൾട്ടേജ് വന്നു കാരണം ഔട്ട്പുട്ട് പ്ലസ് ആ ഫീഡ്ബാക്ക് കാരണമാണ് രണ്ട് റെഫറൻസ് വോൾട്ടേജ് വന്നത് സോ ഐ വിൽ റൈറ്റ് ഹിയർ the Vref when the output is positive plus that will be plus VCC into R2 divided by R1 plus R2 Vref negative ആവുന്ന കേസ് ഔട്ട്പുട്ട് മൈനസ് VCC into R2 divided by R1 plus R2 ഇവിടെ രണ്ട് റെഫറൻസ് വോൾട്ടേജസ് ആണ് നമുക്ക് കിട്ടിയത് ഒരു റെഫറൻസ് വോൾട്ടേജ് രണ്ടാമത്തെ റെഫറൻസ് വോൾട്ടേജ് ഇനി ഞാൻ ഈ ടേമിന് ഞാനൊരു കോമൺ ടേം വെച്ചിട്ട് റീപ്ലേസ് വേണം ബീറ്റ ഫീഡ്ബാക്ക് ഫാക്ടർ
So this first output becomes plus VCC into beta, രണ്ടാമത്തത് minus VCC into beta, plus റഫ് അല്ലെങ്കിൽ റഫറൻസ് വോൾട്ടേജ് പ്ലസിനെ നമ്മൾ ഒരു ടേം വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് അപ്പർ ത്രെഷോൾഡ് പോയിന്റ് UTP. വി റഫ് നെഗറ്റീവ് ആവുന്ന കേസിൽ ദാറ്റ് വിൽ റെപ്രസെന്റ് വിത്ത് as LTP, ലോവർ ത്രെഷോൾഡ് പോയിന്റ്. അല്ലെങ്കിൽ രണ്ട് റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്, ആ അപ്പർ ആയിട്ടുള്ള റെഫറൻസ് വോൾട്ടേജിന് UTP എന്ന് പറയും, നെഗറ്റീവ് ആയിട്ടുള്ള റെഫറൻസ് വോൾട്ടേജിനെ ഞാൻ LTP എന്ന് പറയും. അപ്പർ ത്രെഷോൾഡ് പോയിന്റ് ആൻഡ് ലോവർ ത്രെഷോൾഡ് പോയിന്റ്. സോ ഹിയർ you need to write a statement. There is two reference voltages. രണ്ട് റെഫറൻസ് വോൾട്ടേജസ് ആണുള്ളത്. That is LTP and UTP. ഇനി ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? How it is created? How the reference voltage is created? രണ്ട് റെഫറൻസ് വോൾട്ടേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? How it is created? It is due to the ഫീഡ്ബാക്ക് കണക്ഷൻ. ആ ഫീഡ്ബാക്ക് കണക്ഷൻ കാരണമാണ് രണ്ട് റെഫറൻസ് വോൾട്ടേജസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ കാണുന്ന ഈ ഫീഡ്ബാക്ക് കണക്ഷൻ കൊണ്ടാണ് ആ റെഫറൻസ് വോൾട്ടേജ് രണ്ടെണ്ണം ക്രിയേറ്റ്. കാരണം ഔട്ട്പുട്ട് പ്ലസ് VCC ആകാം മൈനസ് VCC ആകാം, അതുകൊണ്ട് രണ്ട് ഫീഡ്ബാക്ക് ഉണർന്നു. ആ ഒരു ഫീഡ്ബാക്കിനെ അപ്പർ ത്രെഷോൾഡ് പോയിന്റ് UTP എന്ന് പറയുന്നു, അടുത്ത ത്രെഷോൾഡ് പോയിന്റിനെ മൈനസ് VCC ഇൻറ്റു ബീറ്റ, അതിനെ ലോവർ ത്രെഷോൾഡ് പോയിന്റ് എന്ന് പറയുന്നു. ബീറ്റ എന്ന് പറയുന്നത് R2 ഇൻറ്റു R1 പ്ലസ് R2 ഫീഡ്ബാക്ക് ഫാക്ടർ. ഇതാണ് ഒരു ഷ്മിറ്റ് ട്രിഗറിന്റെ അനാലിസിസ്. ആ രണ്ട് ത്രെഷോൾഡ് പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് റെഫറൻസ് വോൾട്ടേജ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് വി വിൽ കം ടു ദ സർക്യൂട്ട് അറ്റ് ദ സെയിം ടൈം ദ ഗ്രാഫ് ഔട്ട്പുട്ട്. ഞാൻ ആ സർക്യൂട്ട് ഒന്നും കൂടെ ഒന്ന് വരയ്ക്കുവാണ് ഇവിടെ, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടുള്ളൂ. സർക്യൂട്ട് ഈസ് ലൈക്ക് ദിസ്. നെഗറ്റീവ് വി ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ ആവശ്യമുണ്ട്. ഇത് R1, ഇത് R2, രണ്ട് വോൾട്ടേജസ് കൊടുക്കണം, പ്ലസ് VCC മൈനസ് VCC. ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്ന സൈൻ വേവ്. സൈൻ വേവിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 20 വോൾട്ട് പീക്ക് ടു പീക്ക് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. എനിക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് കാണണം. ഔട്ട്പുട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു സ്ക്വയർ വേവ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു ഷ്മിറ്റ് ട്രിഗർ ആണ്, അതൊരു കമ്പറേറ്റർ സർക്യൂട്ട് ആണ്, അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവ് ആയിരിക്കും. ഇതാണ് സർക്യൂട്ട്. ഇനി റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് ഇവിടുത്തെ റെഫറൻസ് വോൾട്ടേജ്. ഇനി നമ്മൾ ഔട്ട്പുട്ട് വരയ്ക്കണം. ഇത് നിങ്ങൾ കൊടുത്ത ഇൻപുട്ട്. ഈ ഇൻപുട്ടിനകത്ത് 20 വോൾട്ട് പീക്ക് ടു പീക്ക് എന്നാണ് പറഞ്ഞത്. അന്നേരം ഇത് പ്ലസ് 10 വോൾട്ട്, ഇത് മൈനസ് 10 വോൾട്ട്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇതിനകത്ത് രണ്ട് റെഫറൻസ് വോൾട്ടേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് റെഫറൻസ് വോൾട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു അപ്പർ ത്രെഷോൾഡ് പോയിന്റും ഒരു ലോവർ ത്രെഷോൾഡ് പോയിന്റ്. ഞാൻ അസ്യൂം ചെയ്യുവാണ് കൊടുക്കുന്ന നമ്മൾ ആ സർക്യൂട്ട് വർക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഡ്യുവൽ പവർ സപ്ലൈ 10 വോൾട്ട് മൈനസ് 10 വോൾട്ട് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. സോ ക്യാൻ യു ടെൽ മീ, ഒരു കണ്ടീഷനും കൂടെ R1 ഈക്വൽ ടു R2 എന്ന് പറഞ്ഞ കണ്ടീഷനും കൂടെ അപ്ലൈ ചെയ്യുവാണ്. 10 വോൾട്ട് ആണ് VCC, R1 equal to R2. Can you tell me what is UTP and what is LP? What is the value of UTP? What is the value of LTP? If VCC is 10 volt and R1 equal to R2, can you tell me what is UTP? What is the value of LTP? ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. UTPയുടെ ഇക്വേഷൻ ഉണ്ട്. UTP എന്ന് പറഞ്ഞാൽ പ്ലസ് VCC into R2 divided by R1 plus R2. LTP is minus VCC into R2 divided by R1 plus R2. Substitute the value and get me the value of UTP and LTP. എത്ര എന്തായിരിക്കും കിട്ടുന്നത്? UTP, LTP. R1 equal to R2. So what is UTP? What is LTP? VCC is 10 volt. പറഞ്ഞോ, എന്നാ കിട്ടി? 5 plus 5 minus 5. R2 R1 R2 സെയിം എന്നാണ് പറഞ്ഞു. R1 R2 സെയിം ആണെങ്കിൽ ഈ ഫാക്ടർ എന്ന് പറഞ്ഞ 1/2 ആകും. 1/2. ബീറ്റ എന്ന് പറഞ്ഞ 1/2 എന്നാണ് മീനിങ്. R1 equal to R2 means ബീറ്റ equal to 1/2. VCC 10 ആണ്. അന്നേരം പ്ലസ് 5 വോൾട്ട് മൈനസ് 5 വോൾട്ടും കിട്ടി. ദാറ്റ് മീൻസ് അപ്പർ ത്രെഷോൾഡ് പോയിന്റ് ഇസ് പ്ലസ് 5 വോൾട്ട്,
LTP is -5 volt. അതിന് എനിക്ക് ഗ്രാഫിൽ ആ രണ്ട് പോയിന്റ് ഇങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റും. ഇത് +5 വോൾട്ട്, ഇത് -5 വോൾട്ട്. അതിന് നമുക്ക് ഇവിടെ കിട്ടി രണ്ട് ത്രെഷോൾഡ് പോയിന്റ് ഉണ്ട്. ഇതിനെയാണ് അപ്പർ ത്രെഷോൾഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ വരച്ച വരെയാണ് ലോവർ ത്രെഷോൾഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. ഒരു ഷ്മിറ്റ് ട്രിഗറിൽ അതൊരു കമ്പറേറ്റർ സർക്യൂട്ട് ആണ്. ഓക്കെ, അതിനകത്ത് രണ്ട് റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ത്രെഷോൾഡ് പോയിന്റ്സ് ഉണ്ട്. ഒരു അപ്പർ ത്രെഷോൾഡ് പോയിന്റ് ആൻഡ് ലോവർ ത്രെഷോൾഡ് പോയിന്റ്. അതാണ് അതിന് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി R1 = R2 ഞാൻ അസ്യൂം ചെയ്തു. അങ്ങനെ എനിക്ക് രണ്ട് ത്രെഷോൾഡ് പോയിന്റ് കിട്ടി. +5 ഉം -5 എന്ന് പറഞ്ഞ രണ്ട് ത്രെഷോൾഡ് പോയിന്റ് കിട്ടി. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ട് വരയ്ക്കുന്നത്. ഒരു കാര്യം കൂടി ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് അപ്പർ ത്രെഷോൾഡ് പോയിന്റിൽ വന്നാൽ അടുത്ത ചേഞ്ച് ലോവർ ത്രെഷോൾഡ് പോയിന്റിലെ സംഭവിക്കത്തുള്ളൂ. ഇത് ഓർത്തിരിക്കാം. ഒരു ചേഞ്ച് അപ്പർ ത്രെഷോൾഡ് പോയിന്റ് ഉണ്ടെങ്കിൽ അടുത്ത ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് ലോവർ ത്രെഷോൾഡ് പോയിന്റ്. അന്നേരം ഔട്ട്പുട്ട് ചേഞ്ച് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഔട്ട്പുട്ട് ചേഞ്ച് വിൽ ബി അറ്റ് അപ്പർ ത്രെഷോൾഡ് പോയിന്റ്, ദെൻ അറ്റ് ലോവർ ത്രെഷോൾഡ്. അപ്പർ ത്രെഷോൾഡ് പോയിന്റിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അടുത്ത ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്നത് ലോവർ ത്രെഷോൾഡ് പോയിന്റിലായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് വരയ്ക്കാം. സോ ഐ വിൽ ഡ്രോ ദ again the waveform. ഇത് വരച്ച ഇൻപുട്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ഞാൻ പറഞ്ഞിരുന്നു. അത് +10 വോൾട്ടും -10 20 വോൾട്ട് പീക്ക് ടു പീക്ക് സിഗ്നൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിനകത്ത് രണ്ട് ത്രെഷോൾഡ് പോയിന്റ്സ് ഉണ്ട്. ആ ത്രെഷോൾഡ് പോയിന്റ്സ് ഞാൻ വരയ്ക്കുകയാണ്. 5 രണ്ടിന്റെ മിഡ് പോയിന്റിലായിരിക്കും. രണ്ടിന്റെ മിഡ് പോയിന്റിലാണ്. ഇതാണ് ഒരു ത്രെഷോൾഡ് പോയിന്റ് +5 വോൾട്ട്. ഇതാണ് അടുത്ത ത്രെഷോൾഡ് പോയിന്റ് -5 വോൾട്ട്. അല്ലെങ്കിൽ ഈ മുകളിൽ വരച്ച വരെയാണ് അപ്പർ ത്രെഷോൾഡ് പോയിന്റിന്റെ വോൾട്ടേജ്, താഴെ വരച്ച വരെയാണ് ലോവർ ത്രെഷോൾഡ് പോയിന്റിന്റെ വോൾട്ടേജ്. സോ എവിടൊക്കെയാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു അപ്പർ ത്രെഷോൾഡ് പോയിന്റ്, ഇതൊരു അപ്പർ ത്രെഷോൾഡ് പോയിന്റ് ആണ്. ഇതും ഒരു അപ്പർ ത്രെഷോൾഡ് പോയിന്റ് ആണ്. ഇത് രണ്ട് അപ്പർ ത്രെഷോൾഡ്. ഇവിടെ ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ചേഞ്ച് ഈ പോയിന്റ് അല്ല, ഈ പോയിന്റിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇതും അപ്പർ ത്രെഷോൾഡ് പോയിന്റ്, സെയിം പോയിന്റ് തന്നെയാണ്. പക്ഷെ ചേഞ്ച് സംഭവിക്കുന്നത് അടുത്ത പോയിന്റിലാണ്. ഇതാണ് ലോവർ ത്രെഷോൾഡ് പോയിന്റ്. ഈ പോയിന്റിനെ നിങ്ങൾ ഒരു കാരണവശാലും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ഔട്ട്പുട്ട് ചേഞ്ച് സംഭവിക്കുന്നത് ലോവർ ത്രെഷോൾഡ് പോയിന്റിലാണ്. സോ ദിസ് ഇസ് ആൻ അപ്പർ ത്രെഷോൾഡ് പോയിന്റ്, ദിസ് ഇസ് എ ലോവർ ത്രെഷോൾഡ് പോയിന്റ്. ഇതും വീണ്ടും ലോവർ ത്രെഷോൾഡ് പോയിന്റ്. അവിടെ നിങ്ങൾ നോക്കണ്ട. അടുത്തത് ഈ പോയിന്റ് കൺസിഡർ ചെയ്താൽ മതി. അപ്പർ ത്രെഷോൾഡ് പോയിന്റ്. എഗെയിൻ അപ്പർ ത്രെഷോൾഡ് പോയിന്റ്, ഇതും ഒരു അപ്പർ ത്രെഷോൾഡ് പോയിന്റ് ആണ്. ഈ സെയിം വാല്യൂ തന്നെ. അത് വേണ്ട. അടുത്ത ലോവർ ത്രെഷോൾഡ് പോയിന്റിലാണ് ചേഞ്ച് സംഭവിക്കുന്നത്. യെസ്, LTP. ഇനി വീണ്ടും LTP വേണ്ട. അടുത്ത UTP മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി ഇതും UTP ആണ്. പക്ഷെ നമുക്ക് അടുത്ത LTP, അടുത്ത പോയിന്റ്. ഇതിന് ഈ പോയിന്റിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ ഞാൻ താഴോട്ട് വരയ്ക്കാം. UTP, LTP, വീണ്ടും UTP, വീണ്ടും LTP, വീണ്ടും UTP. ആ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ഞാൻ മനസ്സിലാവും. നിങ്ങൾക്ക് അത് നെഗ്ലക്ട് ചെയ്യണ്ട. ഈ പോയിന്റ് ഞാൻ എടുത്തിട്ടില്ല. ഈ പോയിന്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം UTP-യിൽ ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ചേഞ്ച് ഔട്ട്പുട്ടിന് സംഭവിക്കുന്നത് അടുത്ത LTP-യിലാണ്. ഈ രണ്ട് പോയിന്റും സെയിം പോയിന്റ് തന്നെയാണ്. ഇതും UTP, ഇതും UTP. അതുകൊണ്ട് വേണ്ട LTP. ഇതും LTP, ഇതും LTP. അടുത്ത UTP-യിലാണ് ചേഞ്ച് സംഭവിക്കേണ്ടത്. UTP, ഇതും UTP. അടുത്ത LTP-യിലോട്ടാണ് വരേണ്ടത്. ഇതും LTP, അത് UTP-യിലോട്ടാണ് അടുത്ത പോകേണ്ടത്. എന്നിട്ട് നിങ്ങൾ അതിന്റെ റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യണം. ഇനി ഈ ഫസ്റ്റ് റീജിയൻ കൺസിഡർ ചെയ്യുക. എന്താണ് ഈ റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ഈ റീജിയൻ, അല്ലെങ്കിൽ അതിനെ റീജിയൻ നമ്പർ 1 എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. റീജിയൻ നമ്പർ 1-ല് ഏതാ കൂടുതൽ? റെഫറൻസ് വോൾട്ടേജ് ആണോ ഇൻപുട്ട് ആണോ കൂടുതൽ?
റെഫറൻസ് വോൾട്ടേജ് കേട്ടെ. ആ റെഫറൻസ് വോൾട്ടേജ് ഞാൻ എങ്ങോട്ടാ കണക്ട് ചെയ്തേക്കുന്നത്? പോസിറ്റീവിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അല്ലെ പോസിറ്റീവ് ആണ് കൂടുതൽ. പോസിറ്റീവ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ വേവ് ഫോമിൽ ഞാൻ പറഞ്ഞു, അത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് VCC ആയിരിക്കും. സോ ദ ഫസ്റ്റ് റീജിയൻ റെഫറൻസ് വോൾട്ടേജ് ആണ് കൂടുതൽ. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻപുട്ട് ഇവിടം വരെ വന്നുള്ളൂ, അതിന്റെ മുകളിലാണ് റെഫറൻസ് വോൾട്ടേജ് നിൽക്കുന്നത്. റെഫറൻസ് വോൾട്ടേജ് ആയി കണക്ട് ചെയ്തേക്കുന്നത് പോസിറ്റീവിലോട്ടാണ്. പോസിറ്റീവ് ആണ് കൂടുതൽ. നെഗറ്റീവിനെ ഇൻപുട്ടിനേക്കാളും പോസിറ്റീവ് ആണ് കൂടുതൽ. റെഫറൻസ് വോൾട്ടേജ് ആണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് VCC ആണ്. പോസിറ്റീവ് ആ കൂടുതൽ, ഔട്ട്പുട്ട് പ്ലസ് ആണ്. വേണ്ടേ? സോ ആദ്യത്തെ ചേഞ്ച് ഇവിടെ സംഭവിക്കുന്നു. ഇനി ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഇനി ഈ രണ്ടാമത്തെ റീജിയൻ കൺസിഡർ ചെയ്യും. ഇനി അടുത്ത രണ്ടാമത്തെ റീജിയൻ കൺസിഡർ ചെയ്യാം. ഈ രണ്ടാമത്തെ റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഏതാ കൂടുതൽ? രണ്ടാമത്തെ റീജിയനിൽ ഏതാ കൂടുതൽ? ഈ റീജിയനിൽ, ഇങ്ങനെയുള്ള ഈ റീജിയനിൽ ഏതാ കൂടുതൽ? റെഫറൻസ് വോൾട്ടേജ് 5 ആണ്, പക്ഷെ ഇൻപുട്ട് എന്ന് പറയുന്നത് +10 വരെ പോയി. എന്നിട്ട് ഇൻപുട്ടാ കൂടുതൽ. ഇൻപുട്ടാ കൂടുതലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടെ, ഇവിടെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്തേക്കുന്ന ഇൻപുട്ടാണ് കൂടുതൽ. അതായത് നെഗറ്റീവാ കൂടുതൽ. ഇൻപുട്ട് കൂടുതൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് കൂടുതൽ. നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് കർവില് നെഗറ്റീവ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് ഈസ് -VCC. സോ ഫസ്റ്റ് ചേഞ്ച് സംഭവിക്കുന്നു -VCC. അന്നേരം ഔട്ട്പുട്ടിൽ നിന്ന് നേരെ -VCCയിലോട്ട് പോയി. ഔട്ട്പുട്ട് ഇത് +VCC, ഔട്ട്പുട്ട് നേരെ -VCCയിലോട്ട് വന്നു. ഈ -VCC അടുത്ത LTP വരെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്ത UTP ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അടുത്ത ചേഞ്ച് അടുത്ത LTPയിൽ ചേഞ്ച് ചെയ്യാവും. അടുത്ത UTPയിൽ ചേഞ്ച് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും. കാരണം അടുത്ത ചേഞ്ച് സംഭവിക്കുന്നത് LTPയിലാണ്. അതുകൊണ്ട് ഇത് -VCC ആയി. ഇനി LTP എന്ന് പറഞ്ഞാൽ അടുത്ത റീജിയൻ കൺസിഡർ ചെയ്യുക. അടുത്ത റീജിയനിൽ ഏതാ കൂടുതൽ? റെഫറൻസ് വോൾട്ടേജ് ആണോ കൂടുതൽ? ഇൻപുട്ട് ആണോ കൂടുതൽ? മൂന്നാമത്തെ റീജിയനിൽ നോക്കിയാൽ മതി. നിങ്ങൾ -5ഉം -10ഉം കൂടെ കമ്പയർ ചെയ്യുക. -5ഉം -10ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ -5 ആ കൂടുതൽ, -10 അല്ല. -5 എന്ന് പറഞ്ഞാൽ റെഫറൻസ് വോൾട്ടേജ് നെഗറ്റീവ്, റെഫറൻസ് വോൾട്ടേജ് ആണ് കൂടുതൽ. റെഫറൻസ് വോൾട്ടേജ് കണക്ട് ചെയ്തേക്കുന്ന പോസിറ്റീവിലോട്ടാണ്. അതിന് പോസിറ്റീവ് ആ കൂടുതൽ. പോസിറ്റീവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ റെഫറൻസ് നമ്മുടെ ഗ്രാഫിൽ നിന്ന് മനസ്സിലാകും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +VCC. അത് അടുത്ത LTP വരെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഏത് ഗ്രാഫ് വെച്ചിട്ടാണ് ഈ പറയുന്നത് ആ ഗ്രാഫ് ഒന്നും കൂടെ ഞാൻ വരയ്ക്കാം. ഇവിടെ ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് കർവ്, ഇത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +VCC ആകാം, -VCC ആകാം. ഇത് VD അല്ലെങ്കിൽ പ്ലസ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേർട്ടിംഗ് വോൾട്ടേജ് കൂടുതലാണ് കമ്പയറിംഗ് വിത്ത് ഇൻവേർട്ടിംഗ്. -VCC ആവുന്നത് VD നെഗറ്റീവ് ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് വോൾട്ടേജ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ നോൺ ഇൻവേർട്ടിംഗ് വോൾട്ടേജ്. ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നോൺ ഇൻവേർട്ടിംഗ് വോൾട്ടേജ് കൂടുതൽ ഔട്ട്പുട്ട് +VCC, ഇൻവേർട്ടിംഗ് വോൾട്ടേജ് കൂടുതൽ ഔട്ട്പുട്ട് -VCC. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം. ഇനി വീണ്ടും UTPയിൽ വന്നു, ഈ പോയിന്റ് വന്നു. അടുത്ത റീജിയൻ കൺസിഡർ ചെയ്യുക, ഫോർത്ത് റീജിയൻ. ഈ റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക ഏതാ കൂടുതൽ? ഇൻപുട്ട് ആണോ കൂടുതൽ? റെഫറൻസ് വോൾട്ടേജ് ആണോ കൂടുതൽ? ഇൻപുട്ടാ കൂടുതൽ. റെഫറൻസ് വോൾട്ടേജ് ഇത്ര വരെ ഉള്ളൂ, ഇൻപുട്ട് നേരെ 10 പോയി. അന്നേരം മനസ്സിലായി ഇൻപുട്ട് ആണ് കൂടുതൽ. ഇൻപുട്ട് ഞാൻ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? നെഗറ്റീവിലോട്ടാണ്. നെഗറ്റീവ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് കൂടുതലാണ്. ഇൻവേർട്ടിംഗ് ഇൻപുട്ട് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -VCC. സോ ഔട്ട്പുട്ട് +VCC നേരെ -VCCയിലോട്ട് സ്വിച്ച് ചെയ്തു. അത് അടുത്ത പോയിന്റ് വരെ നിൽക്കും -VCC. ഇനി -VCC വന്നു, LTPയിൽ വന്നു, അടുത്ത LTPയിൽ വന്നു. ഇവിടെ മനസ്സിലായി ഇത് -5 ഉള്ളൂ, ഇത് -10 ആ. -5 ആ കൂടുതൽ. -5 ആ കൂടുതൽ എന്ന് പറഞ്ഞാൽ റെഫറൻസ് വോൾട്ടേജ് ആ കൂടുതൽ. റെഫറൻസ് വോൾട്ടേജ് ആ കൂടുതലെങ്കിൽ നിങ്ങൾ നോക്കുക, റെഫറൻസ് വോൾട്ടേജ് കൂടുതൽ. റെഫറൻസ് വോൾട്ടേജ് പോസിറ്റീവിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അന്നേരം ഔട്ട്പുട്ട് +VCC, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് കൂടുതൽ, +VCC. സോ ഔട്ട്പുട്ട് -VCC നേരെ +VCCയിലോട്ട് സ്വിച്ച് ചെയ്തു അടുത്ത LTPയിൽ, അടുത്ത പോയിന്റ് വരെ. ഇവിടെ വീണ്ടും നോക്കുമ്പോൾ മനസ്സിലായി ഈ പോയിന്റിൽ അടുത്ത റീജിയൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇൻപുട്ടാ കൂടുതലെങ്കിൽ നമുക്ക് മനസ്സിലായി ഇൻപുട്ട് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ള
ഫാക്ടർ ആണ് കൂടുതൽ. ഇൻവേർട്ടിംഗ് കൂടുതൽ കഴിഞ്ഞാൽ ഔട്ട്പുട്ട് മൈനസ് വി സി സി. സോ ഔട്ട്പുട്ട് പ്ലസ് വി സി സിന്ന് നേരെ സ്വിച്ച് ചെയ്ത് മൈനസ് വി സി സിയിലോട്ട് പോകും. ഇതാണ് ഒരു ഷ്മിഡ് ട്രിഗറിന്റെ ജനറൽ വർക്കിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ നമുക്ക് കിട്ടി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സി സി മൈനസ് വി സി സി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എഗെയിൻ ദ ഔട്ട്പുട്ട് വിൽ ബി എ സ്ക്വയർ വേവ്. ഇവിടെയും നമുക്ക് ഔട്ട്പുട്ട് സ്ക്വയർ വേവ്. ഇത് റീജിയൻ ഒന്നും കൂടെ മാർക്ക് ചെയ്യാം. ഇത് അഞ്ചാമത്തെ റീജിയൻ, ഇത് ആറാമത്തെ റീജിയൻ. ഇതാണ് ഒരു ഷ്മിഡ് ട്രിഗർ. ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. കമ്പറേറ്റർ സർക്യൂട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഷ്മിഡ് ട്രിഗർ? ഷ്മിഡ് ട്രിഗർ എന്ന് പറയുന്നത് ഒരു കമ്പറേറ്റർ സർക്യൂട്ട് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ വരുന്നതുകൊണ്ട് രണ്ട് റെഫറൻസ് വോൾട്ടേജ് വരുന്നുണ്ട്. ആ രണ്ട് റെഫറൻസ് വോൾട്ടേജിനെ ഞാൻ UTP എന്നും LTP എന്നും പറയുന്നു. ഈ രണ്ട് റെഫറൻസ് വോൾട്ടേജിനെ വെച്ച് നമ്മൾ വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാലും വിൽ ഗെറ്റ് അഗൈൻ ആൻഡ് ഔട്ട്പുട്ട് സ്ക്വയർ വേവ്. ഇതാണ് ഒരു ഷ്മിഡ് ട്രിഗറിന്റെ വർക്കിംഗ്. ഇനി ഈ വർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഒരു ഗ്രാഫും കൂടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ ഗ്രാഫാണ് വരയ്ക്കുന്നത്. അതിനെ നമ്മൾ ഹിസ്റ്റെറിസിസ് കർവ് എന്നൊക്കെ പറയും. ഹിസ്റ്റെറിസിസ് കർവ് ഓഫ് ഷ്മിഡ് ട്രിഗർ. അതിനെ ഞാൻ ഗ്രാഫ് ഒന്ന് പറയാം. സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫാണ്. ഇത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എയ്തർ എനിക്ക് പ്ലസ് വി സി സി ആകാം, അല്ലെങ്കിൽ എനിക്ക് എയ്തർ മൈനസ് വി സി സി ആകാം. ഇനി എവിടൊക്കെയാണ് ചേഞ്ച് സംഭവിക്കുന്നത്? ഇൻപുട്ട് എവിടൊക്കെ വരുമ്പോഴാണ് നമുക്ക് ചേഞ്ച് സംഭവിക്കുന്നത്? ഇവിടെ ഇൻപുട്ട് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇത് ഇൻപുട്ട്. എവിടെയൊക്കെയാണ് നമുക്ക് ചേഞ്ച് സംഭവിക്കുന്നത്? ചേഞ്ച് സംഭവിക്കുന്നത് UTP അപ്പർ ത്രെഷോൾഡ് പോയിന്റ്. ഇവിടെ ഒരു ചേഞ്ച് സംഭവിക്കാം. പിന്നെ ഇത് 5 ആണെങ്കിൽ ഇങ്ങോട്ട് 5. ഇത് ലോവർ ത്രെഷോൾഡ് പോയിന്റ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇനി നോക്കിയേ, നമ്മളിവിടെ പറഞ്ഞു ആദ്യത്തെ പോയിന്റ് എടുക്കുക. ആദ്യത്തെ റീജിയൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സി സി ആണ്. ഓക്കെ, ഔട്ട്പുട്ട് പ്ലസ് വി സി സി. ഔട്ട്പുട്ട് പ്ലസ് വി സി സി. അത് എവിടം വരെ പോകും നിങ്ങൾ നോക്കിയാൽ മതി. ആ ഔട്ട്പുട്ട് UTP വരെ പോകും. ആ UTP വരെ സെയിം ഔട്ട്പുട്ട് തന്നെയാണ്. UTPയിൽ എത്തുമ്പോൾ ഔട്ട്പുട്ട് മൈനസ് വി സി സിയിലോട്ട് മാറും. UTP വരെ പ്ലസ് വി സി സി. ആ UTP പോയിന്റിൽ എത്തുമ്പോൾ ഔട്ട്പുട്ട് മൈനസ് വി സി സിയിലോട്ട് സ്വിച്ച് ചെയ്തു. ഇതാണ് ഔട്ട്പുട്ട് പ്ലസ് വി സി സി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു UTP പോയിന്റ് വരെ. UTPയിൽ എത്തുമ്പോൾ ഔട്ട്പുട്ട് പെട്ടെന്ന് മൈനസ് വി സി സിയിലോട്ട് സ്വിച്ച് ചെയ്തു. ഇതാണ് ഇത് മൈനസ് വി സി സിയിലോട്ട് സ്വിച്ച് ചെയ്തു. ഇനി മൈനസ് വി സി എപ്പോഴാണ് പ്ലസ് വി സി സിയിലോട്ട് വരുന്നത്? നോക്കാം. മൈനസ് വി സി സി ഈ ഔട്ട്പുട്ട് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഏത് പോയിന്റ് വരെ? LTP എത്തുന്നത് വരെ. LTP എത്തുന്നത് വരെ ആ മൈനസ് വി സി സി തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. LTP വരുമ്പോൾ ഔട്ട്പുട്ട് UTPയിലോട്ട് പ്ലസ് വി സി സിയിലോട്ട് സ്വിച്ച് ചെയ്താണ്ട് മൈനസ് വി സി സി ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു LTP വരെ. LTP എത്തുമ്പോൾ ഔട്ട്പുട്ട് മൈനസ് വി സി നേരെ പ്ലസ് വി സി സിയിലോട്ട് സ്വിച്ച് ചെയ്തു. സോ അഗെയിൻ കമ്മിങ് ടു ദ സെക്ഷൻ, ഇത് മൈനസ് വി സി സി ആണ്. അത് LTP വരെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. LTP എത്തുമ്പോൾ ഇത് പ്ലസ് വി സി സിയിലോട്ട് സ്വിച്ച് ചെയ്തു. സോ ആദ്യം ഔട്ട്പുട്ട് പ്ലസ് വി സി സി, അത് UTP വരെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. UTPയിൽ എത്തുമ്പോൾ ഔട്ട്പുട്ട് പ്ലസ് വി സി സിന്ന് മൈനസ് വി സി സിയിലോട്ട് സ്വിച്ച് ചെയ്തു. അത് LTP വരെ മെയിൻറ്റെയിൻ ചെയ്യും. LTPയിൽ ഈ ഔട്ട്പുട്ട് നേരെ പ്ലസ് വി സി സിയിലോട്ട് സ്വിച്ച് ചെയ്തു. വീണ്ടും പ്ലസ് വി സി സി ആയി. ഇത് ഒരു കർവ് പോലെ ഇങ്ങനെ തന്നെ കിടന്ന് കറങ്ങും. ഇതിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് കർവ് എന്ന് പറയുന്നത്. ഹിസ്റ്റെറിസിസ് കർവ് ഓഫ് ഷ്മിഡ് ട്രിഗർ എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് കർവ് ആണ് പഠിക്കേണ്ടത്. ഷ്മിഡ് ട്രിഗറിനത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം, ഷ്മിഡ് ട്രിഗറിന്റെ ഹിസ്റ്റെറിസിസ് കർവ്. ഈ രണ്ട് കർവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ വേവ് ഫോമിൽ നിന്നാണ് ഈ കർവ് വരയ്ക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. If you have any doubts regarding this Schmidt trigger input output waveform or this hysteresis curve, you can ask. Any more doubts? Any doubts in the section? This section of the doubts or clarity, clarity undo. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Or shall I proceed further? Shall I proceed? Okay. ഇതിനകത്ത്
ആ ഒരു അന്നേരം ഷ്മിഡ് ട്രിഗർ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഷ്മിഡ് ട്രിഗറിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യം അതിന്റെ സർക്യൂട്ട്, അതിന്റെ വർക്കിംഗ്, ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം, പിന്നെ ഹിസ്റ്റെറിസിസ് കർവ്. ഇത്രയും കാര്യങ്ങളാണ് ഷ്മിഡ് ട്രിഗർ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ടത്. ഷ്മിഡ് ട്രിഗർ റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ സർക്യൂട്ട്, വർക്കിംഗ്, ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ്, ഹിസ്റ്റെറിസിസ് കർവ്. ഇത്രയും കാര്യങ്ങളാണ് ഷ്മിഡ് ട്രിഗർ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷ്മിഡ് ട്രിഗറിനകത്ത് ആ ഒരു സെക്ഷനകത്ത് ഞാൻ പറഞ്ഞത്. സർക്യൂട്ട്, അതിന്റെ വർക്കിംഗ്, ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം, ഹിസ്റ്റെറിസിസ് കർവ്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ റെഫർ ചെയ്യുക. ഇനി ഞാൻ അതിന് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകുന്നത് ഒരു ക്വാണ്ടിറ്റി ആണ്. ഒരു ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓപ്പാമിന്റെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഞാൻ ഇപ്പം അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്, ഓപ്പാം എടുക്കുന്നു, ഇതിനെ രണ്ട് മോഡിൽ ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ മോഡിൽ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടെ ഒരു ഔട്ട്പുട്ട്, രണ്ടാമത്തെ ഇൻപുട്ട്, ഇതൊരു ഔട്ട്പുട്ട് എടുക്കുന്നു. സിമ്പിളി ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇതിനൊരു ഗെയിൻ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഓപ്പാം രണ്ട് ഇൻപുട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതൊരു സബ്സ്ട്രാക്ടർ സർക്യൂട്ട് ആണ്. രണ്ട് ഇൻപുട്ടിന്റെ ഡിഫറൻസ് ആണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. സോ ഐ കൻ റൈറ്റ് ഔട്ട്പുട്ട് ഈക്വൽ, ആ ഗെയിനിനെ ഞാൻ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയും. രണ്ട് ഇൻപുട്സ് സെപ്പറേറ്റ്ലി കണക്ട് ചെയ്യുന്നു, അതിനെ സെപ്പറേറ്റ്ലി കണക്ട് ചെയ്ത ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. യെസ്, ഇറ്റ് വിൽ ബി V2 മൈനസ് V1. V2 മൈനസ് V1 എഴുതാൻ കാരണമുണ്ട്. കാരണം V1 കണക്ട് ചെയ്തേക്കുന്ന ഇൻവേർട്ടിംഗ് ടെർമിനലാണ്, V2 നോൺ ഇൻവേർട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് V2 മൈനസ് V1 എഴുതിയിരിക്കുന്നത്. സോ ഇതിനെ എനിക്ക് ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയും. സോ ദിസ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഗെയിൻ. ഡിഫറൻഷ്യൽ ഗെയിൻ. ഡിഫറൻഷ്യൽ ഗെയിൻ AD ഈക്വൽ ഔട്ട്പുട്ട് ബൈ V2 മൈനസ് V1. ഇതാണ് ഒരു രീതിയിലുള്ള ഒരു സർക്യൂട്ട് കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ഇതിനെ കണക്ട് ചെയ്യുവാണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഓപ്പാം എടുക്കുന്നു, ഇൻവേർട്ടിംഗ്, നോൺ ഇൻവേർട്ടിംഗ്, ഇത് രണ്ടിനെയും കൂടെ ഞാൻ ഷോർട്ട് ചെയ്യുവാണ്. കണ്ടോ, രണ്ട് ടെർമിനലിനെയും കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഒറ്റ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഒരു ഇൻപുട്ടേ കൊടുക്കുന്നു. എന്നിട്ട് അതിനെ ഞാൻ ഔട്ട്പുട്ട്, ഞാൻ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കണം. ഇത് രണ്ട് പൊളാരിറ്റി ഉണ്ട്, പ്ലസ് VCC മൈനസ് VCC ഉണ്ട്. ഈ സിഗ്നലിനെ ഞാൻ ഇൻപുട്ട് സിഗ്നലിനെ കോമൺ മോഡ് സിഗ്നൽ എന്നാണ് പറഞ്ഞത്. VCM മീൻസ് കോമൺ മോഡ് സിഗ്നൽ. രണ്ടിനും കോമൺ ആയിട്ടുള്ള സിഗ്നൽ, കോമൺ മോഡ് സിഗ്നൽ. അതിന് ഔട്ട്പുട്ട് എങ്ങനെ എടുക്കും? സിംപ്ലി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗെയിൻ, ഇവിടെയുള്ള ഗെയിനിനെ ഞാൻ ACM എന്ന് കൊടുക്കുന്നു. ACM എന്ന് പറഞ്ഞാൽ കോമൺ മോഡിൽ കണക്ട് ചെയ്യുന്ന ഗെയിൻ. സർക്യൂട്ട് കോമൺ മോഡിലാണെങ്കിൽ അങ്ങനെ ഒരു ഗെയിൻ ഉണ്ട്. ആ ഗെയിനിനെ ഞാൻ കോമൺ മോഡ് എന്ന് പറയും. കോമൺ മോഡ് ഗെയിൻ ഇൻറ്റു ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, VCM. അങ്ങനെ എനിക്ക് കോമൺ മോഡ് ഗെയിൻ, കോമൺ മോഡ് ഗെയിൻ എനിക്ക് എഴുതാൻ പറ്റും ഈക്വൽ ACM ആണ്, അത് ഈക്വൽ ഔട്ട്പുട്ട് V0 ഡിവൈഡഡ് ബൈ സിഗ്നൽ ഇൻപുട്ട് VC. എനിക്ക് രണ്ട് രീതിയിൽ ഓപ്പാം സർക്യൂട്ടിനെ കണക്ട് ചെയ്യാം. ആദ്യത്തെ രീതിയിൽ എന്താ, രണ്ട് ഇൻപുട്സ് സെപ്പറേറ്റ്ലി കൊടുക്കുന്നു. രണ്ടാമത്തത് രണ്ടിനും കൂടെ ഒരുമിച്ച് ഒറ്റ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്നു. ആദ്യത്തെ സർക്യൂട്ട് കിട്ടുന്നതിനെ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയും, രണ്ടാമത്തേനെ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയും. സോ ഇങ്ങനെ സർക്യൂട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോൺഫിഗറേഷൻ എന്ന് പറയും. ഇങ്ങനെ ഓപ്പാം കണക്ട് ചെയ്യുവാണെങ്കിൽ we will call it as what? ഡിഫറൻഷ്യൽ മോഡ് കണക്ഷൻ. രണ്ട് ഇൻപുട്സും സെപ്പറേറ്റ്ലി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഡിഫറൻഷ്യൽ മോഡ് കണക്ഷൻ എന്ന് പറയും. ഇനി ഒരുമിച്ച് രണ്ട് ടെർമിനലും കൂടെ ഷോർട്ട് ചെയ്ത് ഒരു ടെർമിനലായിട്ട് കൊടുക്കുമ്പോൾ we will call it as what? കോമൺ മോഡ് കണക്ഷൻ. കോമൺ മോഡ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? കോമൺ മോഡ് കണക്ഷൻ. ഒന്ന് ഡിഫറൻഷ്യൽ മോഡ് കണക്ഷൻ, അടുത്തത് കോമൺ മോഡ് കണക്ഷൻ. സോ ഡിഫറൻഷ്യൽ ഗെയിൻ ആൻഡ് കോമൺ മോഡ് ഗെയിൻ. ഇനി അടുത്ത ഒരു ഫാക്ടർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ഫാക്ടറിനെയാണ് ഞാൻ CMRR എന്ന് പറയും. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഓഫ് ഓപ്പാം. ഒന്നുമില്ല, ഈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്
നമുക്ക് ആദ്യം കിട്ടിയ ഡിഫറൻഷ്യൽ ഗെയിനെ നിങ്ങൾ ചുമ്മാതെ ആ കോമൺ മോഡ് ഗെയിൻ വെച്ച് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്നാ കിട്ടി? എ ഡിയുടെ ഇക്വേഷൻ ഞാൻ പറയാം. V0 by V2 minus V0. V0 by V2 minus V1 divided by common mode gain is V0 by VC. V0 by VC. So this is CMRR. CMRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അത് നമുക്ക് കിട്ടി. ഇറ്റ് വിൽ ബി, ഇത് നേരെ തിരിച്ചു പോകും. അതിനും VCM by V2 minus V1. ഇതാണ് ഒരു ഓപ്പാമിന്റെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോയുടെ ഇക്വേഷൻ. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അതിന്റെ ഇക്വേഷൻ എഴുതുക. ഈ രണ്ട് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഗെയിൻ കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ സർക്യൂട്ട് കോമൺ മോഡിൽ കണക്ട് ചെയ്യുന്നത്, അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുക. അത് രണ്ടിന്റെ ഗെയിനും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ കിട്ടി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ ആണെങ്കിൽ AD/AC. ഗെയിൻ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ AD/AC എഴുതുക. അതാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആണെങ്കിൽ VCM ഡിവൈഡഡ് ബൈ V2 minus VC, V2 minus V1. ഇനി അതിനകത്ത് രണ്ടൂന്ന് വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. CMRR എപ്പോഴും നമുക്ക് ലാർജർ വാല്യൂ വേണം. CMRR എപ്പോഴും ലാർജർ വാല്യൂ വേണം. CMRR ലാർജ് വാല്യൂ വേണം. എപ്പോഴും നമുക്ക് CMRR ലാർജ് വാല്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലാർജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നോക്കാം. വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ ആണ് ഞാൻ പറയുന്നത്. ഏത് ഗെയിൻ കൂടിയിരിക്കണം? ലാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഐഡിയൽ കേസിൽ ലാർജർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്നതാ? ഐഡിയൽ കേസിൽ ലാർജർ വാല്യൂ മീൻസ് വാട്ട് വിൽ ബി ദ ലാർജർ വാല്യൂ? ഐഡിയൽ കേസ് ആണെന്ന് കൺസിഡർ. ഐഡിയൽ വാല്യൂ ഓഫ് CMRR ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഐഡിയൽ വാല്യൂല് എന്തായിരിക്കും? CMRR means what? Ideal value. Larger value means CMRR must be what? CMRR infinity ആയിരിക്കണം. ആണോ? Larger value. CMRR ഇൻഫിനിറ്റി ആവണമെങ്കിൽ ACM എന്നായിരിക്കണം? ACM എന്നായിരിക്കണം? CMRR ഇൻഫിനിറ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ACM കോമൺ മോഡ് ഗെയിൻ എപ്പോഴും എന്തായിരിക്കണം? പറഞ്ഞേ. CMRR is infinity. Then AD by ACM. ACM must be equal to 0. എങ്കിൽ മാത്രമേ CMRR ഇൻഫിനിറ്റി കിട്ടിയുള്ളൂ. ഇതാണ് ഐഡിയൽ വാല്യൂ. ഒരു ഓപ്പാമിന്റെ CMRR ലാർജർ വാല്യൂ ആയിരിക്കണം, ഇൻഫിനിറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ മനസ്സിലായി. AD by ACM. ACM കോമൺ മോഡ് ഗെയിൻ എപ്പോഴും ഓപ്പാമിന് 0 ആയിരിക്കും. ഇനി പ്രാക്ടിക്കലി CMRRന്റെ വാല്യൂ, പ്രാക്ടിക്കൽ വാല്യൂ, CMRR പ്രാക്ടിക്കൽ